ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അരുതാത്ത കാര്യങ്ങൾ സംഭവിച്ചു. ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കടുത്ത വീഴ്ചയാണ്. ഈ സംഭവങ്ങളെയൊക്കെ ഇതിനൊക്കെ മാറ്റിമറിക്കാൻ ഭരണകൂടത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ അവരതിന് മെനക്കെട്ടിട്ടില്ല. ഇനി മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ആ ഭരണകൂട വീഴ്ച മാത്രമല്ല, ആ സംഭവങ്ങളെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തില്ലേ എന്ന ചോദ്യങ്ങളും ഏറലുണ്ട്. പക്ഷേ ഇതിനൊക്കെ ന്യായീകരിക്കാൻ ഭരണകൂടം കണ്ടെത്തുന്ന ആ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ ചേരിതിരിവിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ കണ്ടെത്തുന്ന ഒരു കാരണമുണ്ട്, ഒരു സംഭവമുണ്ട്. ആ സംഭവത്തെ അവരുദ്ദേശിക്കുന്ന അവസ്ഥയിൽ അവതരിപ്പിക്കാതെ മറ്റുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഭരണകൂടത്തിനുണ്ടായ വീഴ്ച, ഇവിടെ ആരാണ് ഇരയാക്കപ്പെട്ടത് എന്ന് പറയുന്ന പോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ആദ്യത്തെ സംഭവം വ്യക്തമായി കാണിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നീട് അങ്ങോട്ടുണ്ടായതെല്ലാം ഭരണകൂടത്തിന് സംഭവിച്ചതാണ്. ആ ഭരണകൂടം അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്നവരാണ്, ഇന്ന് രാജ്യം ഭരിക്കുന്നവരാണ്. അവരുടെ കയ്യിൽ ഏതൊരു പൗരനെയും ഏതൊരു ബിസിനസ്സുകാരനെയും പൂട്ടാൻ പറ്റിയ എല്ലാ ആയുധങ്ങളും ഉണ്ട്. അവർക്ക് ആരെയും ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം പോലും വരുന്നില്ല. ആവശ്യങ്ങൾ ഉന്നയിക്കുക പോലും വേണ്ട. വളരെ സൈലൻ്റായി ഭയം എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ അവർ രാജ്യം മുഴുവൻ വിതയ്ക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അസഭ്യമായ നിലയിലുള്ള വാക്പ്രയോഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. സ്വാഭാവികമായി കീഴടങ്ങണം എന്നാവശ്യപ്പെടാതെ തന്നെ കീഴടങ്ങിയേക്കാം എന്ന് തോന്നൽ ആരുടെയും ഉള്ളിൽ ഉണ്ടായേക്കാം. പറഞ്ഞു വരുന്നത് എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചാണ്. എമ്പുരാൻ റിലീസായ ശേഷം ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു. ആ കമൻറ്റുകളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്നാമത്തത്, ജെനുവിൻലി ആ സിനിമ ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. അതിനവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും. ശ്രദ്ധിക്കണം, ജെനുവിൻലി സിനിമ ഇഷ്ടമല്ലാത്ത ആളുകൾ അവരവരുടെ അഭിപ്രായം ഏത് ഭാഷയിൽ പ്രകടിപ്പിച്ചാലും, ഇപ്പോൾ ചില ആളുകൾക്ക് അവരുടെ ഉള്ളിൽ കിടക്കുന്ന അമർഷത്തിന് ചിലപ്പോൾ തെറിവാക്കുകളൊക്കെ വന്നു എന്ന് വരും. പക്ഷേ ആ തെറിയൊക്കെ വിളിച്ച് അവർ സംസാരിക്കുമ്പോൾ പോലും അവർക്ക് കൃത്യമായ കാരണങ്ങളുണ്ടാവും. ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ അവർ ലൂസിഫർ എന്ന് പറയുന്ന വളരെ ഗംഭീരമായി പാക്ക് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കണ്ടിട്ട് അതുപോലെ തന്നെ ഇരിക്കും എന്ന് വിചാരിച്ച് പോയതായിരിക്കും. അതല്ലെങ്കിൽ ഈ സിനിമയിൽ അവർ കാത്തിരുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ വളർച്ച, പാസ്റ്റ് ഒക്കെ കാണാമെന്നാണ്. പക്ഷെ അവരെ കാത്തിരുന്നത് മറ്റു ചിലതായിരുന്നു. ലൂസിഫറിൽ നമ്മൾ കൂടുതലും കേരള പൊളിറ്റിക്സും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളും കാണുന്നു. ഇവിടേക്ക് വരുമ്പോൾ പല കാലഘട്ടങ്ങളിലായി പല നാടുകളിലായി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ട് ചെയ്തിട്ട് അവതരിപ്പിക്കുകയാണ്. ചില ആളുകൾക്ക് അതിൻ്റെ സംഗീതം ഇഷ്ടപ്പെട്ടില്ല. പല കാരണങ്ങളും പലർക്കും പറയാനുണ്ടാവും. രണ്ടാമത്തെ കാറ്റഗറി, അവർ മനഃപൂർവ്വം ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ്. അത് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലെ അഭിനേതാക്കളെ അവരുടെ ശരീരത്തെ പറഞ്ഞുകൊണ്ട് അവഹേളിക്കുക, അവരുടെ സംസാരത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റുക പുച്ഛമായിരിക്കും. സിനിമ കണ്ടിട്ടില്ല, പക്ഷെ എന്തൊരു തല്ലിപ്പൊളി പടമായിരിക്കും എന്ന് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന, അത്രയധികം ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്ന, കാര്യകാരണങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും എല്ലായിടത്തും ചെന്ന് ആ സിനിമയെക്കുറിച്ച് നെഗറ്റീവായ കമൻറ്റുകൾ മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. മൂന്നാമത്തൊരു വിഭാഗം, ഈ വിഭാഗം എല്ലാ സിനിമകളും ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവില്ല. പൊളിറ്റിക്കലി എന്തെങ്കിലും ഒരു എലമെൻറ്റ് സംഭവിക്കുന്ന സിനിമകളിൽ മാത്രമാണ് അവരുടെ ഒരു കടന്നാക്രമണം നമുക്ക് കാണാൻ പറ്റുക. അത് ഈ സിനിമയിലെ രാഷ്ട്രീയം തങ്ങളുടെ രാഷ്ട്രീയവുമായി ചേർന്ന് പോകുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനൊരു സിനിമ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ആ സിനിമയെ ബോയ്ക്കോട്ട് ചെയ്യണം. ആ സിനിമയിൽ ഇന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തില്ലെങ്കിൽ ആ സിനിമ എടുത്തവരെ മുഴുവൻ നശിപ്പിക്കണം. അവരുടെ കുടുംബാംഗങ്ങളെ ചീത്ത പറയുക, അവരെ ചീത്ത പറയുക, ഭീഷണിപ്പെടുത്തുക, കരുതിയിരുന്നോ എന്നുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുക. ഇതൊന്നും പോരാൻ ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളുകളുടെയൊക്കെ ചുറ്റും നിന്ന് ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന മൂന്നാമത്തെ കാറ്റഗറിയാണ്. ആദ്യത്തെ കാറ്റഗറി ആളുകൾ അതൊരു സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന നാച്ചുറലായിട്ടുണ്ടാകുന്ന പ്രതിഭാസമാണ്. രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറയുന്നൊരു എലമെൻറ്റ് പോലെ തന്നെ അതിന് പാരലായി വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊന്നാണ്. അതിൽ ഫാൻസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റും ഒരുപാട് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെ കാറ്റഗറി ആളുകൾ അവർ പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ സിനിമയിൽ രാജ്യദ്രോഹപരമായ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ രാജ്യദ്രോഹ സിനിമയാണ് എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് അവർ ലീഡ് ചെയ്തുകൊണ്ടിരുന്നതും അങ്ങനെയാണ്. എങ്ങനെയാണ് ഈ സിനിമയിലെ ഏത് കാര്യമാണ് രാജ്യദ്രോഹത്തിന് അല്ലെങ്കിൽ അത്തരമൊരു കാറ്റഗറിയിൽ പെടുന്നത്? ശ്രീമാൻ മേജർ രവി അദ്ദേഹം സിനിമ കണ്ടിറങ്ങിയ ശേഷം സൂപ്പർ എന്ന് പറയുകയും പിന്നീട് ഈ രാഷ്ട്രീയ ചർച്ചകളും അതിൻ്റെ കോലാഹലങ്ങളും ഉണ്ടായപ്പോൾ ലാലേട്ടൻ സിനിമ കണ്ടിട്ടില്ല, അദ്ദേഹം സിനിമ അങ്ങനെ കാണാറില്ല, ഇനിയിപ്പോൾ എന്തായാലും അദ്ദേഹം സിനിമകളൊക്കെ കാണും എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നു. അദ്ദേഹം മാപ്പ് പറയും എന്ന് ആളുകളോട് വിളിച്ചു പറയുന്നു. അതിനുശേഷം മല്ലിക സുകുമാരൻ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ പോസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ മേജർ രവി പത്രമാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലും പെട്ടെന്ന് വന്നത് ലാലേട്ടനെ വയനാട്ടിൽ കൊണ്ടുപോയി അപമാനിച്ച ഒരു സംഭവമാണ്. മേജർ രവി അടക്കമുള്ള ആളുകൾ യൂണിഫോം ഇട്ട് വയനാട്ടിൽ സന്നദ്ധ സേവന പരിപാടികളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വലിയ വാർത്താ പ്രാധാന്യമൊന്നും കിട്ടില്ല. അവിടെ മോഹൻലാൽ എത്തുമ്പോഴാണ് അതൊരു വലിയ വാർത്തയായി മാറുന്നത്. മോഹൻലാൽ അവിടെ എത്തുന്നു, അദ്ദേഹത്തിനോടൊപ്പം മേജർ രവി എത്തുന്നു. അവിടെ വെച്ച് അദ്ദേഹം കൂടി ഭാഗമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ്റെ സഹായ പദ്ധതിയൊക്കെ അവർ അനൗൺസ് ചെയ്യുന്നു.
ഒരു ഗവൺമെൻറ് ഇതര സ്ഥാപനത്തിൻ്റെ സഹായ പദ്ധതിയൊക്കെ അവർക്ക് അല്ലാത്ത രീതിയിൽ അനൗൺസ് ചെയ്യാം. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ അവിടെ കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവരൊക്കെ വിസിബിലിറ്റി ഉണ്ടാക്കി അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയിപ്പിച്ച് പിന്നീട് അതൊരു വിവാദമായി മാറി. വെറുതെ ഇരുന്ന ലാലേട്ടനെ വയനാട്ടിൽ കൊണ്ടുപോയി കുഴി ചാടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഈ സംഭവം ഉണ്ടാകുമ്പോഴും തീർച്ചയായും സിനിമയുമായി ബന്ധപ്പെട്ട ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നത് അതിനെ എങ്ങനെ രാഷ്ട്രീയമായി നേരിടാം അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സിനിമയുടെ പിന്നണിയിലുള്ള ആളുകൾ ചർച്ച ചെയ്യുകയും അവരൊരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ടാകും. ലാലേട്ടൻ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. പക്ഷെ അത് ലാലേട്ടൻ മാപ്പ് പറയും എന്നുള്ള രീതിയിൽ ആദ്യമേ അതിനെ വ്യാഖ്യാനിച്ചു വെക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല. ലാലേട്ടൻ അദ്ദേഹത്തിന്റെ സൗഹൃദ വലയങ്ങൾ ഫിൽട്ടർ ചെയ്യേണ്ട സമയം പണ്ടേ അതിക്രമിച്ചു എന്ന് അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷികളും ഫാൻസും ഒക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഈ സിനിമയെ രാജ്യദ്രോഹ സിനിമയായി കാണാൻ പല ആളുകളും കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപമാണ് ഈ സിനിമയിൽ അവർ സയ്യിദ് മസൂദിൻ്റെ കുട്ടിക്കാലം പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതും അവിടെ പ്രതിപാദിക്കാതെ പോയ പല കാര്യങ്ങളുമാണ്. നമ്മൾ ഗുജറാത്ത് കലാപം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഏറ്റവും വലിയ ഒരു ഇന്ധനമായി മാറിയ സംഭവം എന്ന് പറയുന്നത് ഗോദ്ര ട്രെയിൻ തീപിടിച്ചത് / കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ അവർ കാണിക്കുന്നതും അത് തന്നെയാണ്. ട്രെയിനകത്ത് ഒരുപാട് ആളുകൾ വെന്ത് വെണ്ണീറാകുന്നത്, ആളുകളുടെ ഞാനത് റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാഴ്ചകൾ ഗ്രാഫിക്കലി അവർ ചെയ്യുന്നൊരു സാധനമാണെങ്കിൽ അതൊരു വരച്ചുണ്ടാക്കിയതാണെങ്കിൽ പോലും അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഒരു പെയിൻ ഉണ്ട്, ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളുണ്ട്. പക്ഷേ ഗോദ്രയിലെ ട്രെയിൻ കത്തിയതല്ല, അത് കത്തിച്ചതാണ്. കത്തിച്ച ആളുകളെ കൂടി കാണിക്കാതെ ഈ സിനിമയിൽ അതിനുശേഷമുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നുള്ളതായിരുന്നു ഒരാക്ഷേപം. ആൻഡ് ഗുജറാത്തിൽ നടന്ന കലാപങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ഹിന്ദു ഭീകരവാദികൾ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു, അത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അവിടുന്ന് തിരിച്ചുണ്ടായിട്ടുള്ള അറ്റാക്ക് കാണിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഈ സംഭവത്തിനെ ഒന്ന് മാറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ വിദേശ ശക്തികളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഒരു സിനിമ എടുത്തു എന്നുള്ളത് കൊണ്ട് അവർ നേരിടേണ്ടി വരുന്ന ആക്ഷേപങ്ങളാണത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന പേരിൻ്റെ അപ്പുറം സുകുമാരൻ എന്നുള്ളതിന് പകരം മറ്റൊരു പേരായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാളൊരു തീവ്രവാദിയായി ഓൾറെഡി മുദ്രകുത്തപ്പെട്ടിട്ടുണ്ടായേനെ. മോഹൻലാലിനെ അവർ കാര്യമായി കടന്നാക്രമിച്ചിട്ടില്ല. കാര്യം അദ്ദേഹത്തിനെ വളരെയധികം സ്നേഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് വീഴ്ച ഉണ്ടായാൽ പോലും അദ്ദേഹത്തിനോടുള്ള സ്നേഹം കുറയാത്ത ഫാൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കുറേ വോട്ടുകളുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഇതിനു മുമ്പാണെങ്കിലും ബ്ലോഗുകളിലൂടെ ഒക്കെ അദ്ദേഹം ഭാഗമായി എന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ ചായ്വുണ്ട്. മുരളി ഗോപിയെയും ആക്രമിക്കേണ്ട ഒരു ആവശ്യകത അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ മുൻ നിലപാടുകളുടെ പേരിൽ പൃഥ്വിരാജാണ് ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളടക്കം. ഇനി ഇവർ ഈ പറയുന്ന ഗോദ്രയിലെ ആ സംഭവത്തിലേക്ക് പോവുകയാണെങ്കിൽ 2002 ഫെബ്രുവരി 27 ഈ സംഭവം ഉണ്ടാകുന്നത്. കർസേവകരടക്കമുള്ള അയോധ്യയിൽ നിന്നുള്ള കർസേവകരടക്കമുള്ള തീർത്ഥയാത്രികരുമായി സഞ്ചരിക്കുകയായിരുന്ന ട്രെയിൻ സബർമതി എക്സ്പ്രസ് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നു. അവിടുത്തെ കച്ചവടക്കാർ കൂടുതൽ ആളുകളും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്. അവരുമായി ആ ട്രെയിനിലുണ്ടായിരുന്ന കർസേവകർ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു. അവിടെ കുറച്ച് കശവിശകളൊക്കെ ഉണ്ടായതിനു ശേഷം ട്രെയിൻ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്തു. പക്ഷേ ആരോ ചങ്ങല വലിക്കുകയും ട്രെയിൻ നിർത്തുകയും ചെയ്തു. പിന്നീട് പോലീസിന്റെ ഭാഷ്യം അനുസരിച്ചാണെങ്കിൽ, നാനാവധി കമ്മീഷൻ പറയുന്നത് പ്രകാരമാണെങ്കിൽ, അതിന് മുൻ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ആയിരക്കണക്കിന് 2000-ഓളം വരുന്ന മുസ്ലിങ്ങൾ ട്രെയിനിന് നേരെ പാഞ്ഞെടുക്കുകയും അവർ S6 കമ്പാർട്ട്മെന്റിനെ ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. S6 കമ്പാർട്ട്മെന്റ് ആണ് അവർ ഉന്നം വെച്ചിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ആ കമ്പാർട്ട്മെന്റിനെതിരെ കല്ലെറിഞ്ഞുകൊണ്ടൊക്കെ ഓടി വരുന്നു. അവർ തീയിട്ട് അതിനകത്തുള്ള ആളുകളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. 59 ആളുകൾക്കാണ് ആ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമാകുന്നത്. അതിനെ തുടർന്ന് പിന്നീട് VHPയുടെ ഒരു ബന്ദ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളാണ് പിന്നീട് നമ്മൾ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ശവപ്പെട്ടിയിലടിച്ച ആണി എന്ന് പറയുന്നത് പോലെ ഒരിക്കലും മറക്കാനാവാത്ത മുറിവുകൾ നമുക്കുണ്ടാക്കി തരുന്ന ഗുജറാത്തിലെ കലാപങ്ങളുടെ ഒരു പരമ്പരയുടെ തുടക്കമാവുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ച് തീവണ്ടി കത്തുന്നതും അതിനുശേഷമുള്ള ഗുജറാത്ത് കലാപങ്ങൾ, ആ കലാപവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരു മുസ്ലിം യുവാവിൻ്റെ കഥ പറയുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആ ട്രെയിൻ കത്തിച്ച മുസ്ലിങ്ങളെ വില്ലന്മാരാക്കി കാണിക്കുന്ന ആ ഒരു കാര്യവും കൂടി വേണമായിരുന്നു എന്നിവർ ആവശ്യപ്പെടുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഈ ഗോദ്രയിലെ തീവണ്ടി കത്തിക്കലുമായി ബന്ധപ്പെട്ട് ഈ അപകടം ഉണ്ടായതോ ഉണ്ടാക്കിയതോ അതോടെ നിൽക്കട്ടെ. സംഭവം നടന്ന സ്ഥലം പോലീസുകാർ കവർ ചെയ്യുന്നുണ്ട്. 59 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ വേറെ കുറേ ആളുകൾ ചികിത്സ തേടുകയുണ്ടായി. അവർക്ക് പൊള്ളലേറ്റു, പുക, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ചികിത്സ തേടുകയുണ്ടായി. അതിൽ കുറേ ആളുകൾ പിന്നീട് ആശുപത്രി വിടുകയും ചെയ്തു. വളരെ ക്രിട്ടിക്കലായ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നവരിൽ ഒരാൾ മാത്രമാണ് പിന്നീട് മരിക്കുന്നത്. എന്തായാലും പോലീസുകാർ ആ സ്ഥലം വളയുകയുണ്ടായി. എത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ആ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരു തീവണ്ടിക്ക് തീ പിടിക്കുന്നു അല്ലെങ്കിൽ അത്തരമൊരു സംഭവം ഉണ്ടാകുന്നു. അവിടെ ഏറ്റവും ആദ്യം എത്തിച്ചേരേണ്ട വളരെ പ്രധാനപ്പെട്ട
സ്റ്റഡി നടത്തേണ്ടിയിരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ. അവരാണ് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്, എന്തൊക്കെ സ്ഫോടന വസ്തുക്കളാണ് അവരോട് ഉപയോഗിച്ചിട്ടുള്ളത്, ഇപ്പോൾ തീവണ്ടിക്ക് പുറത്തു നിന്നാണ് തീയിട്ടിട്ടുള്ളതെങ്കിൽ അതിൻ്റെ സാധ്യത എത്രത്തോളമാണ്, എന്തൊക്കെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്ന തെളിവ് ശേഖരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീവണ്ടിക്കകത്തും അത്തരം പരിശോധനകൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. പക്ഷേ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ വരുന്നത് അവിടുന്ന് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാനാവധി കമ്മീഷനും അവിടുത്തെ പോലീസും പറഞ്ഞിരിക്കുന്ന ആ നരേറ്റീവിനെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു റിപ്പോർട്ടാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് തീവണ്ടി കത്താനുള്ള കാരണം തീവണ്ടിക്കകത്ത് നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് അവരുടെ കണ്ടെത്തൽ. തീവണ്ടിക്ക് ചുറ്റും ആളുകൾ ഓടിക്കൂടിയിരുന്നു. അവർ കയ്യിൽ കരുതിയിരുന്ന തുണികളൊക്കെ കത്താൻ സാധ്യതയുള്ള കാര്യങ്ങളുമായി ചേർത്ത് തീപിടിപ്പിച്ച് എറിഞ്ഞു. അങ്ങനെയാണ് ഇതിനകത്ത് തീപിടിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നത് ആദ്യം. പക്ഷേ തീവണ്ടിക്ക് പുറത്തു നിന്ന പാടുകൾ പരിഗണിക്കുമ്പോഴാണെങ്കിലും, തീപിടിച്ച പാടുകൾ പരിഗണിക്കുമ്പോഴാണെങ്കിലും, അവിടുത്തെ സ്ഥലത്തിൻ്റെ ഉയരം പരിഗണിക്കുമ്പോഴാണെങ്കിലും യാതൊരു തരത്തിലും പുറത്തു നിന്ന് കത്താൻ ആവശ്യമായ കാര്യങ്ങൾ അകത്തേക്കിട്ട് ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടാക്കാനാവില്ല എന്നാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞത്. എന്തായാലും പിന്നീട് നരേന്ദ്രമോദി സർക്കാരിന് ക്ലീൻ ചിറ്റ് കൊടുത്ത കോടതി വിധിക്കൊക്കെ കാരണമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ട് നാനാവധി കമ്മീഷനെ ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയാണ്. ജസ്റ്റിസ് KG ഷാ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് ആദ്യം മോദി സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷേ KG ഷായും നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദം എത്രത്തോളം ശക്തമാണ് എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉതകുന്ന രീതിയിൽ റിപ്പോർട്ട് വരാൻ സാധ്യതയുള്ളൂ എന്നുള്ള കടുത്ത വിമർശനങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് 2 ജസ്റ്റിസുമാർ ഉൾപ്പെടുന്ന കമ്മീഷനായി മാറ്റുകയും അങ്ങനെയാണ് ജസ്റ്റിസ് നാനാവധി ഇതിന്റെ ഭാഗമാവുന്നത്. ജസ്റ്റിസ് KG ഷാ പിന്നീട് മരിക്കുകയുണ്ടായി. അതിന് ശേഷം അക്ഷയ് മേത്ത ഈ കമ്മീഷന്റെ ഭാഗമാവുകയാണ്. അങ്ങനെയാണ് നാനാവധി മേത്ത കമ്മീഷനായി ഈ കമ്മീഷന്റെ പേര് മാറുന്നത്. അക്ഷയ് മേത്ത എന്ന ജഡ്ജിയുടെ പേര് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് പിൽക്കാലത്ത് തെഹൽക്ക ലീക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലിപ്പുകളിൽ നിന്ന് ഇന്ന് എംപുരാൻ സിനിമയിൽ അവർ പരാമർശിക്കുന്നു എന്ന് പറയുന്ന ബാബു ബജ്രംഗി, അയാളെ ജാമ്യത്തിൽ വിട്ടതും അയാൾക്ക് ഇളവുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായി പിന്നീട് നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നുണ്ട്. എന്തായാലും ഭരണകൂടത്തെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് 2008 അവരൊരു പാർട്ട് 1 ആയിട്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ സംഭവിച്ചത്. S6 കമ്പാർട്ട്മെന്റ് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടന്നിരിക്കണം എന്നാണ് കമ്മീഷന്റെ ആദ്യ റിപ്പോർട്ടിൽ പറയുന്നത്. ഭരണകൂടത്തെ അതിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രിക്കോ മറ്റ് മന്ത്രിമാർക്കോ ഈ സംഭവങ്ങളുമായി യാതൊരു പങ്കുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നാനാവധി മേത്ത കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ചത്. പക്ഷെ പിന്നീട് ഭരണത്തിൽ വരുന്ന UPA ഗവൺമെന്റ് അതിലെ റെയിൽവേ മിനിസ്റ്റർ ആയിരുന്ന ലാലു പ്രസാദ് യാദവ് ജസ്റ്റിസ് UC ബാനർജി ഭാഗമായി ഒരു കമ്മീഷനെ നിയമിക്കുകയും അവർ പല പഠനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷെ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഗുജറാത്ത് ഹൈക്കോടതി അനുവാദം നൽകിയിട്ടില്ല. 2006 സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണെന്നാണ് രേഖകൾ പറയുന്നത്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണോ നടത്തിയത് ആ കണ്ടുപിടുത്തങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഫൈൻഡിങ്സ് ആണ് ബാനർജി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇതൊരു ആക്സിഡന്റ് ആണ്, ഇതൊരു കോൺസ്പിറസിയുടെ ഭാഗമല്ല, മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായ തീപിടുത്തമല്ല എന്നാണ് ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നത്. പുറത്തു നിന്നല്ല, അകത്ത് നിന്നാണ് ഇത്രയും ശക്തമായി തീ പടർന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. പോലീസിന്റെ തിയറി, അതായത് പുറത്തുനിന്നുള്ള ആക്രമണത്തിന്റെ ഭാഗമായി ഉണ്ടായ തിയറി, കടുത്ത ആസൂത്രണം നടന്നു എന്ന് പറയുന്ന തിയറി, ഇതിനൊക്കെ തള്ളിക്കളയാമെന്നാണ് പറയുന്നത്. വീണ്ടും നമുക്ക് തീവണ്ടിയിലേക്ക് തിരിച്ചു വരാം. അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ച് അതിനുശേഷം അവിടെയുള്ള പൂജകൾ നടക്കുമ്പോൾ പൂർണ്ണാഹുതി യജ്ഞത്തിന്റെ ഭാഗമായി പങ്കെടുക്കാൻ പോയ കർസേവകർ ഉൾപ്പെടെയാണ് ആ ട്രെയിനിലുണ്ടായിരുന്നത്. തീവണ്ടി കത്തിയതാണെങ്കിലും കത്തിച്ചതാണെങ്കിലും അതിനുശേഷം സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം, ആ സ്ഥലം സന്ദർശിച്ച നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ അവിടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് അഹമ്മദാബാദിൽ എത്തിക്കുകയും അതിനെ തുടർന്ന് ഒരു ബന്ദിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കലാപങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു സിസ്റ്റം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളെ വേണ്ടെന്നേ ജസ്റ്റ് ഒരു കാട്ടുതീ ഉണ്ടായാൽ എന്താണ് ചെയ്യുക? ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് അതിനെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഊഹാപോഹങ്ങളെ എയറിലേക്ക് വിടാതെ അതിനെ എത്രയും പെട്ടെന്ന് പരമാവധി കൺട്രോൾ ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനുള്ളിൽ നിർത്തുക എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു സമാധി കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഒരാൾ ഒരു സുപ്രഭാതത്തിൽ സമാധിയായി അയാളെ അടക്കം ചെയ്തിരിക്കുകയാണ് എന്നുള്ള വാർത്ത നാട് മുഴുവൻ കേൾക്കുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുക? അയാൾ മരിച്ചതാണോ? മരിച്ചത് എങ്ങനെയാണ്? ഇനി സമാധി ഈ വീട്ടുകാർ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള രീതിയിൽ സമാധി സ്ഥലം പൊളിച്ചു നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറ്റാമായിരുന്നു. അത് അങ്ങനെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇത് വിശ്വാസത്തിന് തൊട്ടുള്ള കളിയാണ്. പക്ഷേ
അവിടുത്തെ ജില്ലാ കളക്ടർ അതിൽ ഇടപെട്ടിട്ടുള്ള രീതി, അദ്ദേഹം അതിനെ മാനേജ് ചെയ്തിരിക്കുന്ന രീതി ഒക്കെ സ്തുത്യർഹമാണ്. പക്ഷേ പിന്നീട് മാധ്യമങ്ങളൊക്കെ കളക്ടർ ബ്രോ വളരെ ലുക്കാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നെ സംബന്ധിച്ച് ആ കളക്ടർ ആ വിഷയത്തിനെ കൈകാര്യം ചെയ്തത്, അതിനെ മറ്റ് ബാഹ്യ ശക്തികളൊക്കെ ഇടപെട്ടുകൊണ്ട് അതൊരു വലിയ കലാപമോ അല്ലെങ്കിൽ ഒരു ഹിന്ദു മതത്തിന് നേരെയുള്ള അക്രമമോ എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ബ്ലോക്ക് ചെയ്തുകൊണ്ട് അയാൾ ആ വിഷയത്തിനെ ഐസൊലേറ്റ് ചെയ്ത രീതിയാണ്. ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഗോദ്രയിലെ ട്രെയിനിൽ തീ പിടിക്കുകയും അല്ലെങ്കിൽ കത്തിക്കുകയും അതിനുശേഷം ഇത്രയും ആളുകൾ മരിക്കുകയും ചെയ്തതിന് ശേഷം അവിടെ നടക്കേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഐസൊലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതായിരുന്നു. ഇത്രയും മൃതശരീരങ്ങൾ ഇങ്ങനെ ആക്രമിക്കപ്പെട്ട് തന്നെ കൊല്ലപ്പെട്ടതാണ് എന്ന് ലോക്കൽ നേതാക്കളടക്കമുള്ള ആളുകൾ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ മൃതശരീരങ്ങളെ 100-130 കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഇത്രയും ഇടങ്ങളിലേക്ക് ഈ കാട്ടുതീ വ്യാപിപ്പിക്കുന്നത് പോലൊരു പരിപാടിയാണ്. അറിഞ്ഞിട്ടില്ലാത്ത ആളുകളോട് പോലും കണ്ടില്ലേ ആ പോകുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്, അവർ കൊല ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളെ വിപുലമാക്കുന്നത് പോലെയായിരുന്നു. പിന്നീട് നടന്ന VHPയുടെ ബന്ധും അതിന് ശേഷമുള്ള അക്രമങ്ങളുമാണ് പിന്നീട് അങ്ങോട്ടുള്ള പല ദിവസങ്ങളിൽ പല പേരുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. 97 മനുഷ്യരാണ് വെട്ടിയും കുത്തിയും തീ വെച്ചും ഇല്ലാണ്ടായിപ്പോയത് നരോദ്യ പാർട്ടിയിൽ. ഗുൽബർഗ് സൊസൈറ്റിയിൽ 35 പേർ. ഇനിയുണ്ട്, കണക്കുകൾ വളരെ 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 വലുതാണ്. ഔദ്യോഗിക കണക്കുകൾ 1000-ഓളം മനുഷ്യർ എന്നാണ് ഞാൻ പറയുന്നത്. ഹിന്ദു മുസ്ലിം കണക്ക് തിരിച്ച് പറയാത്തത് അവരൊക്കെ മനുഷ്യരായി കാണുന്നത് കൊണ്ടാണ്. 700-നടുത്ത് മുസ്ലിങ്ങളും 300-നടുത്ത് ഹിന്ദുക്കളും എന്നുള്ളതാണ് കണക്ക്. ഞാൻ പറയുന്നത് അവരെ ഇനിയെങ്കിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആയി കാണാതെ നിരപരാധികളായ മനുഷ്യർ, ഇവരൊന്നും ആ തീവണ്ടിക്ക് കല്ലെറിഞ്ഞ ആളുകളായിരുന്നില്ല. അങ്ങനെ ഒരു കൂട്ടക്കൊല നടക്കണം എന്ന് ആഗ്രഹിച്ച ആളുകളുമായിരിക്കില്ല. കാരണം കുട്ടികളും സ്ത്രീകളും അടക്കം ഒരു വലിയ വലിയ കൂട്ടം മനുഷ്യരുടെ ഒന്നുമില്ലാണ്ടായിപ്പോയി. അവരൊക്കെ നിരപരാധികളായിരുന്നു. ആ തീവണ്ടിയിൽ നടന്ന തീവെപ്പോ തീ അപകടമോ അത് അവിടെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ഒഴിവാക്കാൻ ഭരണകൂടത്തിന് സാധിച്ചിരുന്നെങ്കിൽ, കലാപങ്ങളുടെ തുടക്കം മുതൽ തന്നെ അതിനെ പോലീസിനെയോ മറ്റു ശക്തികളെയോ ഉപയോഗിച്ചുകൊണ്ട് ഒതുക്കാൻ ഭരണകൂടത്തിന് സാധിച്ചിരുന്നെങ്കിൽ അന്ന് കേന്ദ്രം ഭരിക്കുന്നതും ഗുജറാത്ത് ഭരിക്കുന്നതും NDA ആണ്. അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഇന്നും ഇന്ത്യൻ മതേതരത്വം ഒരു ചോദ്യചിഹ്നമാവുന്നത് പോലെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനാകുമായിരുന്നു. ഗോദ്ര തീവെപ്പുമായി ബന്ധപ്പെട്ട് 11 പേർക്കാണ് വധശിക്ഷ ലഭിച്ചത്. പിന്നീട് മേൽക്കോടതിയിൽ പോയി ആ വധശിക്ഷയൊക്കെ ജീവപര്യന്തമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഗോദ്ര സംഭവവുമായി ബന്ധപ്പെട്ട്, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് പലവിധ വാർത്തകൾ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് റെഫറൻസ് ആയിട്ട് പലയിടങ്ങളിലും ലിങ്ക്സ് അവൈലബിൾ ആണ്. പക്ഷേ ആ ലിങ്ക് ഒക്കെ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ ആ വാർത്തയുടെ കണ്ടന്റ് ഇപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. പല ആർക്കൈവുകളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പല പത്രക്കട്ടിങ്ങുകളും അവൈലബിൾ ആയിട്ടുള്ളത്. ഔദ്യോഗികവും അനൗദ്യോഗികവുമായി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു കാര്യമാണിത്. ക്രൈം അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന പേരിൽ വന്നിട്ടുള്ള ഒരു പഠനത്തിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്ന പാനൽ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ടെത്തലുകളുമായി ചേർന്ന് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സമയമുണ്ടെങ്കിൽ എന്നല്ല, ഇത് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കണക്കുകളാണ്, ചോദ്യങ്ങളാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അന്ന് അയോധ്യയിൽ നിന്ന് കർസേവരടക്കമുള്ള ആളുകൾ കയറിയിട്ടുള്ള ഈ ട്രെയിനിൽ കർസേവകരല്ലാതെയുള്ള മറ്റ് യാത്രക്കാരും ഉണ്ടായിരുന്നു. S6 എന്ന് പറയുന്ന ഒരു റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റാണ്. ആ കമ്പാർട്ട്മെൻറ്റിൽ കർസേവകരല്ലാത്ത ആളുകളും റിസർവ് ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 1100ഓളം വരുന്ന കപ്പാസിറ്റിയുള്ള ട്രെയിനിൽ അന്ന് 2000ഓളം പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. 1700ഓളം വരുന്ന കർസേവകർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവർ വരുന്നത് അയോധ്യയിൽ നിന്നാണ്. ഈ റിപ്പോർട്ട് പ്രകാരം ഇതിനു മുമ്പും പല സ്റ്റേഷനുകളിലും അവർ കുറേശ്ശെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജയ് ശ്രീറാം വിളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും ഒരു ഗോദ്ര സ്റ്റേഷനിലെത്തുകയും അവിടെ വെച്ച് ഒരു കശപിശ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് മുന്നോട്ടെടുത്ത ട്രെയിൻ അതിൻ്റെ അപായ ചങ്ങല വലിച്ച് നിർത്തുകയും ഇത്രയും ആളുകൾ അങ്ങോട്ട് ഓടിക്കൂടുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. കൺസേൺ സിറ്റിസൺ ട്രിബ്യൂണൽ നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ, നേരത്തെ ഞാൻ പറഞ്ഞ ക്രൈം അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന പഠനത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. S6 കമ്പാർട്ട്മെൻറ്റാണ് കത്തി നശിച്ച നിലയിലുള്ളത്. അവിടെയാണ് ഇത്രയും മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങോട്ട് ഓടിക്കൂടിയ ആളുകൾ, ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 10-14 അടിയോളം ഹൈറ്റുള്ള ഒരു ബണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നതിനേക്കാൾ കൂടുതൽ നല്ല ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു. കർസേവകരെ ആക്രമിക്കുക എന്നൊരു പദ്ധതിയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ കോച്ചിനേക്കാൾ ഈസി ആയിട്ടുള്ള ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു. ഇനി ട്രെയിനിൽ ഓൾറെഡി ഒരു കശപിശയുണ്ടായി. വളരെ അഗ്രസീവായി നിൽക്കുന്ന ആളുകളാണ്. 60 ലിറ്റർ
പെട്രോളുമായി അതിനകത്തേക്ക് കടന്നയാൾ അതിനകത്ത് പെട്രോൾ ഒഴിച്ചു എന്നുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്രയും അഗ്രസീവായി നിൽക്കുന്ന കർഷകരുള്ള ഒരു കമ്പാർട്ട്മെന്റിലേക്ക്, അതും ഇത്രയും ആളുകളുള്ള ഒരു കമ്പാർട്ട്മെന്റിലേക്ക് എങ്ങനെ അത് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ട്രെയിനിൻ്റെ അകം നോക്കുമ്പോൾ, അതിൻ്റെ വിഷ്വൽസ് ഇപ്പോഴും അവൈലബിൾ ആണ്, ട്രെയിനിൻ്റെ അകം നോക്കുമ്പോൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞൊരു നിലയിലാണുള്ളത്. പല ഈ കമ്പികളുടെ ഒക്കെ ഷേപ്പ് മാറുന്ന രീതിയിൽ അത്രയും. അത് മാത്രമല്ല ആ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെന്റിനകത്ത് അരിയും ഗോതമ്പും ഒക്കെ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഈ സംഭവം ഉണ്ടാവുന്നത് രാവിലെ 7:30-7:45 സമയത്താണ്. പിന്നീട് അങ്ങോട്ട് വൈകുന്നേരം 7:30 മണി വരെ അവിടുത്തെ ജില്ലാ കളക്ടർ റേഡിയോയിലൂടെ ഇതൊരു പ്രീ പ്ലാൻഡ് സംഭവമല്ല എന്ന് അനൗൺസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ആ സന്ദേശം ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോഴാണ് അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആ മൃതശരീരങ്ങൾ അഹമ്മദാബാദിലേക്ക് മാറ്റാനുള്ള പ്ലാൻ ഉണ്ടാകുന്നത്. ഈ അപകടത്തിന് ISI ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും പിന്നീടാണ് സംഭവിക്കുന്നത്. അതിനെ തുടർന്ന് ബന്ദ് പ്രഖ്യാപിക്കുന്നു. ആ ബന്ദ് അക്രമാസക്തമാവുകയും ഇന്ന് നമ്മൾ കാണുന്ന കേൾക്കുന്ന ഇത്രയും വലിയ കൂട്ടക്കുരുതി സംഭവിക്കുകയും ചെയ്യുന്നു. അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2003 ഏപ്രിൽ നടക്കേണ്ടിയിരുന്ന ഇലക്ഷൻ 2002 ഡിസംബറിലേക്ക് പ്രീപോൺ ചെയ്യുന്നുണ്ട്. 2001 കേശുഭായ് പട്ടേൽ അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുക, ആരോഗ്യം എന്നുള്ളതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ BJP അവിടെ ഒരു തളർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 2001 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും 3 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും BJP പരാജയപ്പെട്ടു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് കേശുഭായ് പട്ടേലിന് പകരം നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നത്. സ്ഥിതി ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ 2003 ഇലക്ഷനിൽ അവരൊരു പരാജയം ഭയപ്പെട്ടിരുന്നെങ്കിലോ, 2002 ഈ സംഭവം ഉണ്ടാവുകയും കൃത്യമായ ചേരിതിരിവ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ വോട്ടായി മാറ്റാനുള്ള ശ്രമമല്ലേ ഈ നടന്നത് എന്ന് പറയുന്ന ആക്ഷേപങ്ങൾ, ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഒരു പ്രതിരോധം എന്നോണം അവരുപയോഗിക്കുന്നത് ഗോദ്രയിലെ ഈ തീവണ്ടിയിലെ തീപിടുത്തമാണ്. ഈ ഗോദ്രയിലെ തീപിടുത്തം, അവിടെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളാണ് ആക്രമണം തുടങ്ങി വെച്ചത് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് പിന്നീടുള്ള ഗുജറാത്ത് സംഭവങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി, ഭരണകൂടത്തിൻ്റെ മനഃപൂർവ്വമോ അല്ലാതെയുള്ള പിടിപ്പുകേടിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നതാണ്. ആ ട്രെയിൻ തീപിടുത്തം മാത്രമായി സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അവിടെ ഈ ലോജിക്കലി നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. തീവണ്ടി പുറത്തു നിന്ന് ആളുകൾ തീ പിടിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ കത്തിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ മറ്റ് ഈസി ടാർഗറ്റുകൾ, കർഷകരായിരുന്നു ടാർഗറ്റെങ്കിൽ ഈസി ടാർഗറ്റുകൾ മറ്റുണ്ടായിരുന്നപ്പോൾ എന്തിന് ഈ ഒരു കമ്പാർട്ട്മെന്റ് മാത്രം എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കൺട്രോൾ പോയ മോബിന്, ആൾക്കൂട്ടത്തിന് ഒരു പ്രശ്നമുണ്ട്. അവർ കൈ കിട്ടുന്ന എന്തിനേയും ആക്രമിക്കും. അവർക്കൊരു കൃത്യമായ ടാർഗറ്റോ മറ്റോ ഒന്നും ഉണ്ടാവില്ല. 2000-ഓളം വരുന്ന മുസ്ലിങ്ങൾ ആ ട്രെയിനിനെ ആക്രമിക്കാൻ വേണ്ടി ചുറ്റും കൂടി എന്ന് പറയുമ്പോൾ അവർക്ക് വേറെയും ടാർഗറ്റുകൾ ഉണ്ടായിരുന്നല്ലോ. പിന്നീടുണ്ടായ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ബാബു ബജ്രംഗി എന്ന പേര് ഉയർന്നു വരുന്ന ആക്രമണങ്ങൾ ഉൾപ്പെടെ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നത് ഒരു വലിയ ലഹരി പോലെ, ഒരു വലിയ നേട്ടം പോലെ അവതരിപ്പിക്കുന്ന, എന്നെ തൂക്കിക്കൊന്നോളൂ, പക്ഷേ അതിനു മുമ്പ് ഒരു 2 മാസം കൂടി സമയം കിട്ടിയാൽ ഞാനൊരു 3-4 ലക്ഷം മുസ്ലിങ്ങളെ കൂടി കൊന്നു തീർക്കാം എന്നൊക്കെ പറയുന്ന ഒരു ഭീകരവാദിക്ക് ഒട്ടനവധി തവണ ജാമ്യം കിട്ടുകയും ഒരുപാട് പരിഗണനകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഭരണകൂടം ഇതിനോടൊപ്പം നിന്നു എന്നുള്ളത്. അതിനെ സൂചിപ്പിക്കുന്ന പലതരത്തിലുള്ള സ്റ്റഡീസ് വന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ BBC പുറത്തിറക്കിയ ഡോക്യുമെന്ററി അടക്കം ബാൻ ചെയ്തിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനു മുമ്പും ഗുജറാത്ത് കലാപങ്ങൾ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. കൈപ്പോച്ച എന്ന സിനിമ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയും ഗുജറാത്ത് കലാപം തന്നെയാണ്. കൈപ്പോച്ച ഒരു ഹിന്ദി സിനിമയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. എന്നെ സംബന്ധിച്ച് അതൊരു ഗംഭീര സിനിമ അനുഭവമായിരുന്നു. ആ സിനിമയിൽ ഒരു മുസ്ലിം പയ്യനുണ്ട്, 14 വയസ്സുള്ള, നന്നായി ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന ഒരു പയ്യൻ. ഹിന്ദുക്കളായ 3 സുഹൃത്തുക്കളുണ്ട്. അവർ ഒരു ക്രിക്കറ്റ് അക്കാഡമിയൊക്കെ തുടങ്ങണം എന്ന ആഗ്രഹവുമായിട്ട് നടക്കുകയാണ്. അതിലൊരാൾ ഈ മുസ്ലിം ബാലനിലുള്ള ബാറ്റിങ്ങിനുള്ള അപാരമായ കഴിവ് കണ്ടെത്തുകയും അവനെ ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ആ സമയത്താണ് കലാപം ഉണ്ടാകുന്നത്. ഗോദ്ര തീവണ്ടി തീപിടുത്തം, അതിനുശേഷമുള്ള ആക്രമണങ്ങൾ, ഇതൊക്കെ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഹിന്ദുവായ ചെറുപ്പക്കാരൻ മുസ്ലിമായ ആ കുട്ടിയെ സംരക്ഷിക്കാൻ തയ്യാറാവുകയാണ്. അവനെ സംരക്ഷിക്കുന്നതിനിടയിൽ സ്വന്തം ജീവൻ പോലും അവന് നഷ്ടപ്പെടുകയാണ്. ആ കുട്ടിയെ കൊല്ലാൻ സംരക്ഷിക്കാൻ ശ്രമിച്ച യുവാവിനെ കൊല്ലേണ്ടി വന്ന അവൻ്റെ കൂട്ടുകാരൻ പിന്നീട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് കാണുന്നത് രാജ്യത്തിന് വേണ്ടി ആ കുട്ടി ക്രിക്കറ്റ് ജേഴ്സി അണിയുന്നതാണ്. അന്ന് ആ കുട്ടിയെ സംരക്ഷിച്ച യുവാവ് ചിന്തിച്ചത് ഒരു മുസ്ലിം പയ്യനാണ് എന്നല്ല, അവൻ എൻ്റെ അനിയനാണ്, അവൻ കഴിവുള്ളവനാണ്, ഈ നാടിന് അവനെ ഉപകാരപ്പെടണം എന്നാണ്. ഔദ്യോഗികമായി 1000-ങ്ങളും അനൗദ്യോഗികമായി 2000-ങ്ങളും കൊല ചെയ്യപ്പെട്ട, കൂട്ടക്കുരുതിക്ക് ഇരയാക്കപ്പെട്ട നമ്മുടെ നാട്ടിൽ ആ 2000 പേരിൽ എത്ര ഈ രാജ്യത്തിൻ്റെ മുഖമുദ്രയാവേണ്ട ആളുകൾ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ കൈപ്പോച്ചയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വലിയ വിവാദം ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം രാഷ്ട്രീയമായി ഗുജറാത്ത് കലാപം എന്ന് പറയുന്ന ഇൻസിഡൻറ്റിനെ മുഴുവൻ ന്യായീകരിക്കാൻ അവരുപയോഗിക്കുന്ന ഗോദ്രയിലെ തീവണ്ടി തീപിടുത്തത്തിലെ ഈ പറയുന്ന കോൺഫ്ലിക്റ്റുകൾ ആ സിനിമ ചോദ്യം ചെയ്തിട്ടില്ല. നമ്മൾ എമ്പുരാനിലേക്ക് വരുമ്പോൾ
തീവണ്ടി കത്തുന്നിടത്ത് നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. അതിനെ തുടർന്നുണ്ടാവുന്ന കലാപങ്ങളിൽ ഒരു മുസ്ലിം കുടുംബം വേട്ടയാടപ്പെടുന്നതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. എന്നെ സംബന്ധിച്ച് ആ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അവർ അത് ആ കൊണ്ട് എൻഡ് ചെയ്തത് ശരിയായില്ല എന്ന അഭിപ്രായമുണ്ട്. നമ്മളത് റിവ്യൂ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. സിനിമ കഥാപരമായി വളരെ ശോഷിച്ചു പോകുന്നതും ആ ഭാഗത്ത് തന്നെയാണ്. ഞാൻ അന്ന് ഉപയോഗിച്ച വാക്ക് ഒരു ഈർക്കിലി പടമായി മാറുകയായിരുന്നു, ഒരു ഈർക്കിലി കഥയായി മാറുക എന്നുള്ളതായിരുന്നു. ഒരുപാട് ആശയങ്ങളെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ ആകേണ്ടിയിരുന്ന ഒരു ക്ലൈമാക്സ് ഒക്കെ വളരെ ശോഷിച്ചു പോയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ഇവിടെ സിനിമ ആരംഭിക്കുമ്പോൾ ഈ പറയുന്ന ഇത്രയും പ്രശ്നങ്ങളെ, ഭരണകൂടത്തിൻ്റെ കൈവിട്ട പരിപാടികളെ ഒക്കെ വിമർശിക്കാൻ സ്പേസ് ഉള്ള ഒരു കലാപത്തിനെ ന്യായീകരിക്കാൻ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവത്തിൻ്റെ തുടക്കത്തിനെ അവരുദ്ദേശിച്ച നറേറ്റീവിൽ അവതരിപ്പിച്ചില്ല എന്നുള്ളതാണ് എമ്പുരാൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കൂ, സിനിമ കണ്ട് ആദ്യം പുറത്തിറങ്ങിയ മേജർ രവി അടക്കമുള്ള ആളുകൾക്ക് ഈ സിനിമയിൽ ഒരു കുഴപ്പമുള്ളതായി തോന്നിയിട്ടേ ഇല്ല. പക്ഷേ പിന്നീട് ഈ സിനിമ കണ്ട ഇതിൻ്റെ കൃത്യമായ രാഷ്ട്രീയം മനസ്സിലുള്ള ആളുകൾക്ക്, അതായത് നമ്മൾ ഈ ഗോത്ര പ്രശ്നമൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു നറേറ്റീവിലാണ് നമ്മളിതിനെ മൊത്തത്തിൽ കവർ ചെയ്ത് നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലുള്ള രാഷ്ട്രീയ പ്രശ്നം മനസ്സിലാവുകയും അത് പതുക്കെ ഒരു വലിയ പ്രശ്നമായി മാറുകയും പിന്നീട് ഇത് ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ബാബു ബജ്രംഗി ഒരു പുണ്യാളനാണ് എന്ന് ആരും എവിടെയും കമന്റ് ഇടുന്നില്ല. ഗുജറാത്തിൽ കലാപം നടന്നിട്ടില്ല എന്നും ആരും പറയുന്നില്ല. ഈ വിഷയത്തിനെ, ഗുജറാത്ത് കലാപത്തിനെ പ്രതിപാദിക്കുമ്പോൾ അത് ഏകപക്ഷീയമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ആ സിനിമയിൽ നമ്മൾ കാണുന്നത് ആ കലാപത്തിന്റെ ഭാഗമായി കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു പോയ ഒരു മുസ്ലിം യുവാവിന്റെ കഥയായിട്ടാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവൻ്റെ കുട്ടിക്കാലത്ത് കണ്ട കാഴ്ചകളല്ലേ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ആ സംഭവത്തിനെ ഓർത്തെടുക്കാൻ വേണ്ടി, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീപിടുത്തം ഉണ്ടാകുന്നതും ആ തീവണ്ടിക്ക് അകത്തിരുന്ന് വെന്ത് വെണ്ണീറാവുന്ന മനുഷ്യരുടെ കാഴ്ചകളും ഒക്കെ അവർ ഗ്രാഫിക്കലി കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ടൈറ്റിൽ തുടങ്ങുമ്പോൾ. പക്ഷേ അത് പോരാ, ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇങ്ങോട്ടും ആക്രമിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു ന്യായീകരണം ഉണ്ടല്ലോ. ആ ന്യായീകരണം കൂടി ആഡ് ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമാവുള്ളൂ എന്നുള്ളതാണ് അവരുടെ അവതരണം. മറ്റൊരു പ്രധാന പ്രശ്നം, ഇന്ത്യയിലെ കേരളത്തിന് പുറത്തുള്ള രാഷ്ട്രീയ അവസ്ഥ ഇவ்விധമാവുന്നതിൻ്റെ ഒരു വലിയ കാരണം, അല്ലെങ്കിൽ അതിനുള്ള അടിത്തറ വർഗീയതയാണ് എന്ന് പറയുന്ന ഒരു പറഞ്ഞു വെക്കൽ സിനിമ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കുന്ന കാവിക്കൊടി, ബജ്രംഗി എന്ന് പറയുന്ന വില്ലൻ, അയാളുടെ തുടക്കകാലത്ത് ചെയ്തിട്ടുള്ള ആക്രമണങ്ങൾ, വർഗീയ കലാപങ്ങൾ, അങ്ങനെ ഇന്ന് കാണുന്ന ഇന്ത്യൻ ഭരണവ്യവസ്ഥയുടെ അടിസ്ഥാനം തന്നെ വർഗീയതയാണ് എന്ന് പറയുന്ന ഒരു പറഞ്ഞു വെപ്പിനെ അവർ ഇഷ്ടപ്പെടുന്നില്ല. ഉത്തരം വളരെ സിമ്പിളാണ്. ഇന്നുള്ള മുസ്ലിങ്ങളിൽ എല്ലാവരും തീവ്രവാദികളല്ല. പക്ഷേ തീവ്ര ആശയങ്ങൾ പേറുകയും തീവ്രവാദ ചിന്തകൾ ഉള്ളിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിനെ നമുക്ക് മാറ്റി നിർത്താനാവില്ല. അതുപോലെ എല്ലാ ഹിന്ദുക്കളും തീവ്രവാദികളല്ല. കലാപം ഉണ്ടാവുകയും തൻ്റെ സഹോദരന്മാരുടെയൊക്കെ നെഞ്ചത്ത് തൃശൂലം കുത്തിക്കയറ്റുകയും ചെയ്യുന്ന സ്വപ്നം ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കളും കാണുന്നില്ല. പക്ഷെ തീവ്രമായ ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന, അവരെയൊക്കെ ഇങ്ങനെ വേണം ചെയ്യാൻ, ഇവരൊന്നും ദയ അർഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. ആ ഹൈന്ദവ തീവ്രവാദത്തിനെയാണ് സിനിമയിൽ കാണിക്കുന്നത്. പെൺകുട്ടികളെ രക്ഷിക്കൂ, പഠിപ്പിക്കൂ എന്ന് പറയുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഈ ഗവൺമെന്റിന്റെ സ്ത്രീകളോടുള്ള നിലപാട്, അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിന്റെ ഒരു അവതരണവും എമ്പുരാൻ സിനിമയിലുണ്ട്. അതിന്റെ ഒറിജിനൽ കേസ് ഇപ്പോഴും നടക്കുകയാണ്. ആ കേസിലെ പ്രതികളെ മാലയിട്ടും കുറിതൊട്ടും സ്വീകരിച്ച കാഴ്ചയും ഇന്ത്യൻ ജനാധിപത്യം നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം ഒരുപാട് സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് എമ്പുരാൻ കാണുമ്പോൾ ചില ആളുകൾക്ക് പൊള്ളുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫാക്റ്റായി നിങ്ങൾ അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യേണ്ടതല്ല, നിങ്ങൾ തന്നെ അന്വേഷിക്കേണ്ടതാണ്. ഒരുപാട് ആർക്കൈവുകളിൽ നമുക്ക് ഇന്നും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളുടെ ഹെഡിങ്ങുകളുണ്ട്, സംഭവങ്ങളുടെ ഒരു ടൈം ലൈൻ ഉണ്ട്, പിന്നെ പല പഠനങ്ങളും നമുക്കിതുപോലെ അവൈലബിൾ ആണ്. പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വന്ന വിമർശനങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആദ്യം തന്നെ രാജ്യദ്രോഹം അല്ലെങ്കിൽ രാജ്യത്തെ വിമർശിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ രാജ്യത്തെ അല്ല വിമർശിക്കുന്നത്, ഒരു രാഷ്ട്രീയ ചിന്തയെ, രാഷ്ട്രീയ മുതലെടുപ്പിനെയാണ് വിമർശിക്കുന്നത് എന്ന് തിരുത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദുക്കളെ അപമാനിക്കാൻ ശ്രമം അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ ശ്രമം എന്നുള്ള രീതിയിലുള്ള കുറച്ച് ചർച്ചകളും കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ മതങ്ങൾക്കും ഒരു തീവ്ര ചിന്താഗതിയുടെ സൈഡുണ്ട്. അത് പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള രൂപത്തിലുമാണ്. പക്ഷെ ആ രൂപം അതെല്ലാവരുടെയും മനസ്സിലില്ല. അങ്ങനെയൊന്നും മനസ്സിലില്ലാത്ത നിങ്ങളെ, എന്നെ, നമ്മളെ ഇവിടെ ആരും ആക്രമിക്കുന്നില്ല. പക്ഷെ അതുള്ള ആൾക്കാരെ നമ്മൾ വിമർശിക്കണ്ടേ? ആ വിമർശനം അത്തരം ചിന്താഗതി മനസ്സിലില്ലാത്ത ആളുകളോടും കൂടി ചേർത്തുള്ളൊരു വിമർശനമാണ്, ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കുന്നത്. അയ്യോ നമ്മളൊക്കെ അപകടത്തിലാണ്, നമ്മുടെ മതം അപകടത്തിലാണ്, നമ്മൾ ഒരുമിച്ച് ചേരണം, നമ്മൾ തിരിച്ചടിക്കണം എന്ന് പറയുന്ന ഒരു ആക്രമണത്തിനുള്ള ആളെക്കൂട്ടൽ പരിപാടിയാണിത്. നമ്മളതിൽ വീണു പോകരുത് എന്നൊരു അപേക്ഷയുണ്ട്. ആൻഡ് ഇത്തരം വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ ഒരാളെ എത്ര സെക്കൻഡുകൾ കൊണ്ടാണ് തീവ്രവാദിയാക്കി മാറ്റുന്നത്? അയാളുടെ കുടുംബാംഗങ്ങളെ നക്സലൈറ്റുകൾ എന്ന് വിളിക്കാൻ പോലും ഇവിടെ പല ആളുകൾക്കും സാധിക്കുന്നത് എങ്ങനെയാണ്? ആൻഡ് ഇതുമായി ബന്ധപ്പെട്ട് ഭയങ്കര
വളരെ രസമുള്ളൊരു ഡിസ്കഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP അടക്കമുള്ള സംഘടനകൾ ഈ സിനിമ റീസെൻസർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. എന്നിട്ട് അവർ ചെയ്തതല്ല, അവരവരുടെ തെറ്റ് മനസ്സിലാക്കി ചെയ്തതാണ്. ലാലേട്ടൻ മാപ്പ് പറഞ്ഞ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെയാണ്. ഈ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് അതെപ്പോഴും ലൗഡായി നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നതല്ല. ഇത്തരം ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാകുന്നു, സോഷ്യൽ മീഡിയയിൽ പച്ച തെറിവിളികൾ ഉണ്ടാകുന്നു, നിന്നെയൊക്കെ തകർത്ത് കളയും എന്ന് പറയുന്ന ഭീഷണികൾ ഉണ്ടാകുന്നു. ആ ഭീഷണികളിൽ സാധാരണക്കാരായ ആളുകൾ വരെ ഉപയോഗിക്കുന്ന പദങ്ങളാണ് EDയുടെ റെയ്ഡ് വരും, NIAയുടെ റെയ്ഡ് വരും എന്ന് പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ ന്യായമായി ഈ നാട്ടിലെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ കുറച്ചധികം നാളത്തേക്ക് മനസ്സമാധാനം കളയിക്കാൻ അവർക്ക് ചിലപ്പോൾ സാധിച്ചേക്കും. ഇത്തരം സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത്തരം സംവിധാനങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഞാൻ നിങ്ങളെയൊക്കെ ശരിയാക്കി കളയും, മര്യാദയ്ക്ക് സെൻസർ ചെയ്തോ എന്ന് പറയേണ്ട കാര്യമില്ല. അത്തരം സാധ്യതകളെ മുന്നിൽ കണ്ട് ആളുകൾ ഭയന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു ഭയമില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വെല്ലുവിളി പോസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും സാധിക്കും. ആ ഭീഷണി അതിങ്ങനെ ഏറലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളൊക്കെ ആ പേടിയുടെ ഉള്ളിൽ കിടന്നാണ് ഈ ജീവിക്കുന്നത്. ബൽക്കിസ് ബാനുവിനെയും ബാബു ബജ്രംഗിയെയും ഓർമ്മിപ്പിക്കുന്ന എമ്പുരാൻ, പല ചർച്ചകൾക്കും പല കുഴിതോണ്ടലുകൾക്കും കാരണമായേക്കാവുന്ന എമ്പുരാൻ, അത് ചില ആളുകൾക്ക് രാജ്യദ്രോഹ സിനിമയായിട്ട് തോന്നും. കാര്യം ഈ രാജ്യവും ഈ ഭൂമിയും ആരുടെയും തറവാട്ട് സ്വത്തോ തന്തയുടെ വകയോ അല്ല എന്ന് ചിന്തിക്കാൻ പറ്റാത്ത ആളുകളാണ് അവർ. സത്യസന്ധമായ വിമർശനങ്ങൾക്ക് ഇന്നും സ്പേസ് ഉള്ളൊരു നാടാണ് ഇന്ത്യ. ചിലപ്പോൾ കുറച്ച് നാൾ ചിലതൊക്കെ കാണിക്കാതെ അറിയിക്കാതെ മൂടി വെക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഭൂമി കറങ്ങുന്നുണ്ട്, ദിവസങ്ങൾ കഴിയുന്നുണ്ട്, വർഷങ്ങൾ മാറുന്നുണ്ട്, ചിന്തകൾ മാറുന്നുണ്ട്, പുതിയ തലമുറകൾ മുന്നോട്ട് വരുന്നുണ്ട്. 2002 ഗുജറാത്ത് കലാപം, ഗോദ്രയിലെ സംഭവം, ഇതൊക്കെ നടക്കുമ്പോൾ എനിക്ക് 12 വയസ്സാണ് പ്രായം. അന്ന് ഞാൻ വായിച്ചിട്ടില്ലായിരുന്ന, അന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലാതെ പോയിരുന്ന ഒരുപാട് കാര്യങ്ങളെ ഇന്ന് ഞാൻ അന്വേഷിച്ച് വായിക്കുന്നത്, അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇരുളടഞ്ഞ ഒരു അധ്യായത്തെ അറിയാൻ ശ്രമിക്കുന്നത് അത് എമ്പുരാൻ കാരണമാണ് എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. എമ്പുരാൻ ലോകം കണ്ട ഏറ്റവും ഗംഭീരമായ സിനിമ, മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും സൂപ്പർ പടം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ സിനിമയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകളെ കവച്ചു വെക്കുന്ന, അല്ലെങ്കിൽ അതിനുമപ്പുറം ഞാൻ ആ സിനിമയിൽ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചത് അവർ ആ ചെയ്തു വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു വിഷ്വൽ വർക്കൊക്കെയാണ്. അത് റിവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ ഇത്രയധികം രാഷ്ട്രീയ സംഭവങ്ങളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ഇത്രയൊക്കെ നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തീ കൊളുത്താൻ വേണ്ടി ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ മുരളി ഗോപി നിങ്ങൾ തീയാണ് എന്ന് ഞാൻ പറയും. ആ തീ ആളി കത്തിച്ച് അതിൻ്റെ ആത്മാവിന് ഒരു കോട്ടവും സംഭവിക്കാതെ അത് വെള്ളിത്തിരയിലേക്ക് എത്തിച്ച പൃഥ്വിരാജിന് ഒരു താങ്ക്സ് പറയണം. ഇത്രയൊക്കെ ആക്ഷേപങ്ങളും ഇത്രയൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും ആടാതെ കുലുങ്ങാതെ നിന്നതിന്. മോഹൻലാൽ പറഞ്ഞത് ഒരു മാപ്പ് പറച്ചിലാണ് എന്ന് എനിക്ക് തോന്നിയ ഒരു സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ആ ഖേദപ്രകടനത്തിന് തൊട്ടു മുമ്പുള്ള മേജർ രവിയുടെ പെർഫോമൻസ് ആണ്. ലാലേട്ടൻ മാപ്പ് പറയും, അദ്ദേഹം സിനിമകൾ കാണാറില്ല എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ലാലേട്ട, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇതേ വീഡിയോ ലാലേട്ടൻ്റെ ആ പോസ്റ്റ് കണ്ടപ്പോൾ, മേജർ രവിയുടെ പെർഫോമൻസ് കണ്ട ശേഷം ഞാൻ ആ പോസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വാചകം ഇങ്ങനെയാണ്: മലയാളത്തിൻ്റെ മോഹൻലാൽ എന്ന് വളരെയധികം അഭിമാനത്തോടെ ഞാൻ പറഞ്ഞിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. തീവ്ര വലതുപക്ഷ അനുഭാവികൾ അനുവദിച്ചിട്ടുള്ള അത്രയും മാത്രമുള്ള മലയാളത്തിൻ്റെ മോഹൻലാൽ എന്ന് അദ്ദേഹം ചുരുങ്ങിപ്പോയോ എന്നുള്ളൊരു ചോദ്യമൊക്കെയാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയധികം കാര്യങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷം മോഹൻലാൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഖേദപ്രകടനം വായിക്കുമ്പോൾ അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നില്ല. ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറച്ചു പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം, മോഹൻലാൽ. ഇവിടെ ഒരു സ്ഥലത്തും എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം, മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന കോലാഹലങ്ങളിൽ ചിലതെങ്കിലും തീർച്ചയായും ഇത്രയും വലിയ നിയമപരമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ കഴിയുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഈ സിനിമ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ കോംപ്രമൈസുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ ലാലേട്ടൻ തോറ്റിട്ടില്ല, അടിയറവ് പറഞ്ഞിട്ടില്ല എന്ന് ഇന്ന് ഈ നിമിഷം ഈ പോസ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നലെ ഒരു TV ചാനലുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഖേദപ്രകടനത്തിൽ ഖേദമുണ്ട് എന്നാണ് ഞാൻ അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഖേദപ്രകടനത്തിന് ഒരു മാപ്പ് പറച്ചിലായി നമ്മൾ കാണാതിരുന്നാൽ,
അങ്ങനെ കാണേണ്ട ആവശ്യമില്ലാത്ത ഒന്നാണെന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ മാറ്റം വരുത്തുന്നത് ഏകദേശം 2 മിനിറ്റോളം മാത്രമാണ്. അവിടെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് എന്ന ടാർഗറ്റിൽ വരുന്ന ബൽക്കിസ് ബാനു എന്ന് പറയുന്ന പേരിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ചില സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ അവർ ചിലപ്പോൾ നിർബന്ധിതരായിട്ടുണ്ടാവും. എമ്പുരാൻ എല്ലാം തികഞ്ഞ ഒരു സിനിമയല്ല എന്ന ധാരണയോടുകൂടി തന്നെ പറയുകയാണ്. ആ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം അവർ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ലക്ഷ്യത്തിൽ അവർ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൊമേഴ്ഷ്യൽ വിജയമാണ്. അത് സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെട്ടു, നിങ്ങളുടെ ചിന്തകളിൽ എന്തെങ്കിലും മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താൻ കാരണമായി തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം.